ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കുട്ടികളെ, നിങ്ങളും 2025 BSF HCM ആൻഡ് ASCക്ക് തിരഞ്ഞെടുക്കുന്ന കാൻഡിഡേറ്റ് ആണോ എങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് വളരെയധികം ഹെൽപ്ഫുൾ ആവുന്നതായിരിക്കും. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഈ തവണത്തെ എക്സാമിന്റെ കട്ട് ഓഫ് ലെവൽ എങ്ങനെയാണ്, കോമ്പറ്റീഷൻ ലെവൽ എങ്ങനെയാണ്, എക്സാം കഴിഞ്ഞതിന് ശേഷം ടൈപ്പിങ്ങിന് വേണ്ടി എത്ര കുട്ടികളെയായിരിക്കും വിളിക്കാൻ പോകുന്നത്, മുൻ വർഷങ്ങളിൽ ഈ ഒരു എക്സാമിന്റെ കോമ്പറ്റീഷൻ ലെവൽ എങ്ങനെയാണ് എന്നതിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഈ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. ഈ ബേസിക് കാര്യങ്ങളെല്ലാം മസ്റ്റായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കണം. കാരണം നിങ്ങളും 2025 ഈ ഒരു എക്സാമിനെ തയ്യാറെടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ വീഡിയോയിലോട്ട് പോകാം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, റൈറ്റ് സൈഡിൽ ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക. ഈ ഒരു ഡിഫൻസ് ജോബ് കിട്ടുന്നിടം വരെ. സോ സിറ്റ് ബാക്ക്, റിലാക്സ്, എൻജോയ് ദ വീഡിയോ. കുട്ടികളെ, അപ്പോൾ നമുക്കിനി ഡീറ്റെയിൽ വീഡിയോയിലോട്ട് പോകാം. നിങ്ങൾ ഏത് എക്സാമിന് തയ്യാറെടുക്കുകയാണെങ്കിലും ആ ഒരു എക്സാമിന്റെ സെലക്ഷൻ പ്രോസസ്സിന്റെ ബേസിക് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. ഈ ഒരു എക്സാം സ്റ്റേറ്റ് വൈസ് അല്ല നടക്കാൻ പോകുന്നത്, ഇതിന്റെ കട്ട് ഓഫും സ്റ്റേറ്റ് വൈസ് അല്ല, ഓൾ ഇന്ത്യ ബേസ് ആണ് ഈ ഒരു എക്സാം നടക്കാൻ പോകുന്നത്. അതുകൊണ്ട് അതേ രീതിയിലുള്ള എല്ലാ ബേസിക് കാര്യങ്ങളും തീർച്ചയായിട്ടും നിങ്ങൾ അറിഞ്ഞിരിക്കണം. സ്റ്റാർട്ടിംഗ് മുതൽ പറയുകയാണെങ്കിൽ ഇതിന്റെ സ്റ്റേജ് 1 സ്റ്റാർട്ട് ആകുന്നത് PST ആൻഡ് PET മുതലാണ്. അവിടെ മുതൽ സ്കിൽ ടെസ്റ്റ് വരെയുള്ള ബേസിക് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. എത്ര കുട്ടികളാണ് ഫോം ഫിൽ ചെയ്തിരിക്കുന്നത്, എത്ര പേരാണ് ഫിസിക്കൽ ക്വാളിഫൈ ചെയ്തിരിക്കുന്നത്, എത്ര പേരാണ് ഇനി എക്സാം പാസ്സായിട്ട് സ്കിൽ ടെസ്റ്റിനായിട്ട് വരാൻ പോകുന്നത്, ഇതിൻ്റെ എല്ലാ റേഷ്യോ നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇത്രയും ബേസിക് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായാൽ നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റുന്നതായിരിക്കും ഈ ഒരു എക്സാമിൻ്റെ കോമ്പറ്റീഷൻ ലെവൽ എങ്ങനെയാണ്, എത്ര കുട്ടികൾക്കിടയിലാണ് ഞാൻ കോമ്പറ്റീഷൻ ചെയ്യേണ്ടത് എന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഓരോ കാര്യത്തിലും ഡീറ്റെയിൽ ആയിട്ട് ഇറങ്ങാം. എല്ലാ കാര്യങ്ങളും ഈ വീഡിയോയിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നതായിരിക്കും. സ്റ്റാർട്ടിംഗ് മുതലുള്ള കാര്യങ്ങളായിരിക്കും ഞാൻ പറയാൻ പോകുന്നത്. വീഡിയോ സ്കിപ്പ് ചെയ്യാൻ നിങ്ങൾ ഫുൾ കാണുക. ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഈ BSF HCM ആൻഡ് ASCയുടെ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ PST ആൻഡ് PET ആണ്. ഈ ഒരു ജോബിന് വേണ്ടി ടോട്ടൽ ഫോം ഫിൽ ചെയ്തിരിക്കുന്ന അറൗണ്ട് 8 lakh കാൻഡിഡേറ്റ് ആണ്. ഇത്രയും കുട്ടികൾ ഒരിക്കലും ഈ ഒരു ഫിസിക്കൽ ടെസ്റ്റ് അറ്റൻഡ് ചെയ്തിട്ടില്ല. ലേറ്റസ്റ്റ് കിട്ടിയ അപ്ഡേറ്റ് അനുസരിച്ച് ഈ ഒരു ഫോഴ്സിന്റെ ഫിസിക്കൽ ടെസ്റ്റ് അറ്റൻഡ് ചെയ്തിരിക്കുന്നത് അറൗണ്ട്ലി 6 lakh കാൻഡിഡേറ്റ് ആണ്. ഈ 6 lakh കാൻഡിഡേറ്റിൽ നിന്ന് ടോട്ടൽ പാസ് ആയിരിക്കുന്നത് 55-50% റേഷ്യോ ആണ്. നമുക്കിവിടെ ഒരു 60% റേഷ്യോ എടുത്ത് നമുക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. ടോട്ടൽ പാസ്സായ കാൻഡിഡേറ്റ് എന്ന് പറഞ്ഞാൽ അറൗണ്ട്ലി 60% ആണ്. നിങ്ങളും എന്തായാലും ഫിസിക്കൽ ക്വാളിഫൈ ചെയ്ത കാൻഡിഡേറ്റ് ആയിരിക്കും, നിങ്ങൾക്കും അറിയാവുന്നതാണ്. അവിടെ 100 കുട്ടികൾ റൺ ചെയ്തപ്പോൾ അറൗണ്ട്ലി 50 കുട്ടികൾ മാത്രമാണ് പാസ്സാകുന്നത്. ഈ ഒരു റേഷ്യോ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫിസിക്കൽ അറ്റൻഡ് ചെയ്ത് 6 lakh കാൻഡിഡേറ്റ് ആണെങ്കിൽ ഇതിന്റെ 60% റേഷ്യോ എടുക്കുമ്പോൾ ഫിസിക്കൽ പാസ്സായിരിക്കുന്ന കാൻഡിഡേറ്റ് എന്ന് പറഞ്ഞാൽ അറൗണ്ട്ലി 3.6 lakh ആണ്. എന്താണ് കുട്ടികളെ, ഫസ്റ്റ് സ്റ്റേജ് ക്വാളിഫൈ ചെയ്തിരിക്കുന്നത് 3.6 lakh കാൻഡിഡേറ്റ് ആണ്. നിങ്ങളുടെ ഫസ്റ്റ് സ്റ്റേജിന്റെ കോമ്പറ്റീഷൻ വരാൻ പോകുന്നത് ഇത്രയും കുട്ടികൾക്കിടയിലാണ്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇനി നമുക്ക് നെക്സ്റ്റ് സ്റ്റേജ് നോക്കാം. ഈ ഒരു ടെസ്റ്റ് നിങ്ങൾ ക്വാളിഫൈ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പോൾ നിങ്ങൾ എക്സാമിന് പ്രിപ്പറേഷൻ ചെയ്യുന്നുണ്ടായിരിക്കും. നിങ്ങളുടെ കോമ്പറ്റീഷൻ എന്ന് പറയുന്നതും നെക്സ്റ്റ് നിങ്ങളുടെ എക്സാം ആണ് വരുന്നത്. ആ ഒരു എക്സാമിന് വേണ്ടി നിങ്ങളുടെ കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് ഇത്രയും പേർക്കിടയിലാണ്. എത്രയാണ്? 3.6 lakh കാൻഡിഡേറ്റിനിടയിൽ. ഇനി നിങ്ങളുടെ നെക്സ്റ്റ് സ്റ്റേജ് എന്താണ് കുട്ടികളെ? CBT എക്സാം ആണ്. അതിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ ഇപ്പോൾ പ്രിപ്പറേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആൾറെഡി ഞാൻ പറഞ്ഞിരുന്നു, ഫിസിക്കൽ ക്വാളിഫൈ ചെയ്തിരിക്കുന്നത് അറൗണ്ട്ലി 3.6 lakh കാൻഡിഡേറ്റ് ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇത്രയും കുട്ടികൾ ഫിസിക്കൽ ക്വാളിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ഇത്രയും കുട്ടികളും എക്സാം അറ്റൻഡ് ചെയ്യാൻ വരത്തില്ല. ഇപ്പോൾ കഴിഞ്ഞ SSCGയുടെ കാര്യം എടുത്താൽ തന്നെ അവിടെ ഓൺലി 47% കാൻഡിഡേറ്റ് മാത്രമാണ് എക്സാം അറ്റൻഡ് ചെയ്തത്. അപ്പോൾ നമ്മളൊരു റേഷ്യോ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും അറൗണ്ട്ലി 70% കാൻഡിഡേറ്റ് മാത്രമായിരിക്കും എക്സാം അറ്റൻഡ് ചെയ്യാൻ പോകുന്നത്. ഇതൊരു എക്സ്പെക്റ്റഡ് ഐഡിയ ആണ്. പ്രീവിയസ് ഇയറിലും അതിനു മുന്നേയും എല്ലാം ഇതേ രീതിയിൽ തന്നെയായിരുന്നു. 58, 68, 70% റേഷ്യോ മാത്രമാണ് എക്സാം എഴുതാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. ആ റേഷ്യോ വെച്ചിട്ടാണ് നമ്മൾ ഇവിടെയും എക്സ്പെക്റ്റഡ് ഇട്ടേക്കുന്നത്. അപ്പോൾ ആ ഒരു 3.6 ലാക്കിൽ നിന്ന് നമ്മളൊരു 70% റേഷ്യോ എടുക്കുമ്പോൾ അറൗണ്ട്ലി 2.5 lakh കാൻഡിഡേറ്റ് മാത്രമായിരിക്കും എക്സാം അറ്റൻഡ് ചെയ്യാനായിട്ട് വരുന്നത്. എത്രയാണ്? 2.5 lakh കാൻഡിഡേറ്റ് മാത്രമായിരിക്കും എക്സാം അറ്റൻഡ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇത്രയും പേർക്കിടയിൽ നിന്നായിരിക്കും നെക്സ്റ്റ് ടെസ്റ്റിനായിട്ടുള്ള, അതായത് ഈ സ്കിൽ ടെസ്റ്റിനായിട്ട് കാൻഡിഡേറ്റിനെ സെലക്ട് ചെയ്യുന്നത്. ഇനി നമുക്ക് പ്രീവിയസ് ഇയറിലെ കാര്യം ഒന്ന് നോക്കാം. 2.5 lakh കാൻഡിഡേറ്റിൽ നിന്ന് എന്തായാലും അറൗണ്ട്ലി 1 lakh പ്ലസ് കാൻഡിഡേറ്റിനെ ഷോർട്ട് ലിസ്റ്റ് ഇടുന്നതായിരിക്കും ടൈപ്പിങ്ങിന് വേണ്ടി. അപ്പോൾ പല കുട്ടികളുടെ മനസ്സിലൊരു ഡൗട്ട് തോന്നും, സർ നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിരിക്കുന്നത് എത്രയാണോ വേക്കൻസി അതിൻ്റെ 10 ഇരട്ടി കുട്ടികളെ വിളിക്കുമെന്നാണ്. ഇവിടെ വേക്കൻസി എന്ന് പറഞ്ഞാൽ അറൗണ്ട്ലി 1800-നടുത്തുണ്ട്. അപ്പോൾ എങ്ങനെയായിരിക്കും ഈ ഒരു 1 lakhനടുത്ത് കാൻഡിഡേറ്റിനെ ടൈപ്പിങ്ങിനായിട്ട് വിളിക്കുന്നതെന്ന് അതിൻ്റെ ഡീറ്റെയിൽഡ് കാര്യം കൂടി ഞാൻ പറഞ്ഞു തരാം. നോക്കൂ കുട്ടികളെ, നിങ്ങളിവിടെ കാണുന്ന 2023 BSFൻ്റെയും അതുപോലെ 2023 CRPFൻ്റെയും അപ്ഡേറ്റ് ആണ്. 2023 BSFൻ്റെ ടോട്ടൽ വേക്കൻസി എന്ന് പറഞ്ഞാൽ 323-നടുത്തായിരുന്നു. 10 ഇരട്ടിയല്ല, അവിടെ 13 ഇരട്ടി കുട്ടികളെ സ്കിൽ ടെസ്റ്റിനായിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. എത്രയാണ്? 13 ഇരട്ടി കുട്ടികളെ സ്കിൽ ടെസ്റ്റിനായിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് CRPFൻ്റെ കാര്യം നോക്കാം. CRPFൻ്റെ വേക്കൻസി 1200 പ്ലസ് ആയിരുന്നു. എത്രയാണ്? 1200 പ്ലസ് വേക്കൻസി ഉണ്ടായിരുന്നു. CRPFൻ്റെ ഫസ്റ്റ് ഷോർട്ട് ലിസ്റ്റിൽ 65,000 പ്ലസ് കാൻഡിഡേറ്റിനെ ഷോർട്ട് ലിസ്റ്റിൽ ഇട്ടിരുന്നു.
അതിനുശേഷം പിന്നെയും ഒരു സെക്കൻഡ് ലിസ്റ്റ് ഇട്ടിരുന്നു. അതിന്റെ റീസൺ എന്താണ്? അവർക്ക് ആവശ്യമുള്ള അത്രയും കുട്ടികൾ സ്കിൽ ടെസ്റ്റ് പാസ്സായില്ലായിരുന്നു. അതിന്റെ റീസണും ഉണ്ടായിരുന്നു. CRPFന്റെ സ്കിൽ ടെസ്റ്റിൽ നമുക്ക് അവിടെ ബാക്ക് സ്പേസ് യൂസ് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. BSFന്റെ സ്കിൽ ടെസ്റ്റിൽ ബാക്ക് സ്പേസ് യൂസ് ചെയ്യാമായിരുന്നു. ഈ ഒരു റീസൺ സെക്കൻഡ് ലിസ്റ്റിൽ എത്ര കുട്ടികളാണ് വന്നിരിക്കുന്നത്? 75,000+ കാൻഡിഡേറ്റ് ആണ് രണ്ടാമത്തെ ഷോർട്ട് ലിസ്റ്റിൽ വന്നത്. അറൗണ്ട്ലി 1200 വേക്കൻസിക്ക് വേണ്ടി 1,40,000 കാൻഡിഡേറ്റ്സിനെ ഷോർട്ട് ലിസ്റ്റിൽ വിളിച്ചു. ഈ ഒരു ഐഡിയ ഉള്ളത് കൊണ്ടാണ് ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞത് എന്തായാലും ഇനി വരാൻ പോകുന്ന ഈ ഒരു എക്സാം കഴിഞ്ഞിട്ടും സ്കിൽ ടെസ്റ്റിന് വേണ്ടി അറൗണ്ട്ലി 1,00,000+ കാൻഡിഡേറ്റിനെ വിളിക്കാനുള്ള സാധ്യത ഉണ്ട് എന്ന്. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായോ എന്തുകൊണ്ട് ഞാനിവിടെ 1,00,000+ ഇട്ടേക്കുന്നതെന്ന്? കുട്ടികളെ, നിങ്ങളുടെ സ്കിൽ ടെസ്റ്റിനകത്ത് ബാക്ക് സ്പേസ് എന്നൊരു കീ യൂസ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി രണ്ടാമത്തെ ഒരു ഷോർട്ട് ലിസ്റ്റ് വരാനുള്ള സാധ്യതയുമുണ്ട്. ആരാണ് ഈ ഒരു സ്കിൽ ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നത് നമുക്ക് അറിയാൻ പറ്റുന്നില്ല. ചിലപ്പോൾ BSF ആയിരിക്കും, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഓർഗനൈസേഷൻ ആയിരിക്കും. എന്തായാലും നോഡൽ ഏജൻസി എന്ന് പറയുന്നത് BSF തന്നെയാണ്. ചിലപ്പോൾ BSF ആയിരിക്കും കണ്ടക്ട് ചെയ്യുന്നത്. അത് നമുക്ക് നോക്കാം വരും ദിവസങ്ങളിൽ എങ്ങനെയായിരിക്കുമെന്ന്. ചിലപ്പോൾ BSF കണ്ടക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവിടെ ബാക്ക് സ്പേസ് യൂസ് ചെയ്യാൻ പറ്റും, ചിലപ്പോൾ ബാക്ക് സ്പേസ് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായാലോ എങ്ങനെയാണ് നിങ്ങളുടെ കോമ്പറ്റീഷൻ ലെവൽ വരാൻ പോകുന്നതെന്ന്. ഫിസിക്കൽ കഴിഞ്ഞതിന് ശേഷം അറൗണ്ട്ലി 3.5 lakh കാൻഡിഡേറ്റ് കാണും. എക്സാം എഴുതാനായിട്ട് അറൗണ്ട്ലി 2.5 lakh കാൻഡിഡേറ്റ് കാണും. സ്കിൽ ടെസ്റ്റിന് വേണ്ടി അറൗണ്ട്ലി 1,00,000+ കാൻഡിഡേറ്റ്സ് കാണും. ഇത്രയും പേരിൽ നിന്നായിരിക്കും ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് സെറ്റ് ആകാൻ പോകുന്നത്. ഈ സ്കിൽ ടെസ്റ്റ് കഴിഞ്ഞതിന് ശേഷം പിന്നെ മെഡിക്കൽ ഉണ്ട്, പിന്നെ DV ഉണ്ട്, DME ഉണ്ട്. അതിനുശേഷമാണ് പിന്നെ ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് വരുന്നത്. മുൻ വർഷങ്ങളിലെ ടൈപ്പിംഗ് ടെസ്റ്റിന്റെ കാര്യം പറയുകയാണെങ്കിൽ BSFന്റെ ഓക്കെ ആയിരുന്നു. പക്ഷേ CRPFന്റെ കാര്യം പറയുകയാണെങ്കിൽ ഇവിടെ ചില ബാച്ചൊക്കെ 100ന്റെ ഉണ്ടായിരുന്നു, ചിലത് 50യുടെ ഉണ്ടായിരുന്നു. ചില ബാച്ചിൽ നിന്ന് 1 കാൻഡിഡേറ്റ് മാത്രം സെലക്ട് ആയി, ചില ബാച്ചൊക്കെ 0യിലും ഔട്ടായി. അതായത് ആരും തന്നെ പാസ്സായില്ല. അത്രയും ഡിഫിക്കൽട്ടായിരുന്നു CRPFന്റെ ടൈപ്പിംഗ് എന്ന് പറയുന്നത്. കാരണം അവിടെ ബാക്ക് സ്പേസ് യൂസ് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. അതുകൊണ്ട് നിങ്ങളും എന്താണ് ചെയ്യേണ്ടതെന്ന്, നിങ്ങളുടെ ടൈപ്പിംഗ് മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് നിങ്ങൾക്കറിയാമോ? അറിഞ്ഞൂടാ എങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ആൾറെഡി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇതേ സെയിം ചാനലിലെ വീഡിയോ ലിസ്റ്റിൽ പോവുക. 3 ദിവസം മുന്നെയാണ് ആ ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തത്. ആ ഒരു വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ കാണുക, എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നതായിരിക്കും. ഇനി നമുക്ക് നോക്കാം ഈ തവണത്തെ കോമ്പറ്റീഷൻ ലെവൽ എന്തായിരിക്കും എന്ന്. കുട്ടികൾ എന്തായാലും ലോ കട്ട് ഓഫ് വരാനുള്ള സാധ്യതയുണ്ട്. കുറച്ച് കാര്യങ്ങൾ അനുസരിച്ചിട്ടാണ് ഞാൻ ഈ ഒരു പോയിന്റ് പറഞ്ഞത്. ആ പോയിന്റ് ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. സോ യുവർ ഫസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ വേക്കൻസി കൂടുതലുള്ളത് കൊണ്ട് എന്തായാലും കട്ട് ഓഫ് കുറയാനുള്ള സാധ്യതയുണ്ട്. കഴിഞ്ഞ വർഷങ്ങളിൽ 321 വേക്കൻസി ആയിരുന്നു BSFന്റെ, അതുപോലെ തന്നെ CRPFന്റെതും വേക്കൻസി കുറവായിരുന്നു ഈ തവണത്തെ കാട്ടിയും. അപ്പോൾ അതനുസരിച്ച് കട്ട് ഓഫ് കുറയാനുള്ള സാധ്യതയുണ്ട്. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ PT മുൻപ് ഇല്ലായിരുന്നു, ഓൺലി PST മാത്രമായിരുന്നു. മുൻ വർഷങ്ങളിലൊക്കെ BSF HCM ആൻഡ് ASയുടെ സെലക്ഷൻ പ്രോസസ്സിൽ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ PST മാത്രമായിരുന്നു. ഓൺലി ഹൈറ്റും വെയിറ്റും ചെസ്റ്റ് മെഷർ ചെയ്തിട്ട് അങ്ങ് വിടുമായിരുന്നു. അപ്പോൾ എല്ലാ കാൻഡിഡേറ്റും പാസ്സാകുമായിരുന്നു. പക്ഷേ ഈ തവണ അങ്ങനല്ല, ഈ തവണ PT കൂടി വന്നിട്ടുണ്ട്. അതും PT നല്ല PT ആയിരുന്നു. ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് 1.6 കിലോമീറ്റർ 6 minutes 30 seconds ഓടിയെത്തണമായിരുന്നു. അപ്പോൾ നല്ലപോലെ പഠിക്കുന്ന കുട്ടികളൊക്കെ എന്താണ് ഫെയിൽ ആയിട്ടുണ്ട് ഇവിടെ. അതുകൊണ്ട് ഒരു മോഡറേറ്റ് ലെവലുള്ള കാൻഡിഡേറ്റ് മാത്രമാണ് ഇപ്പം കോമ്പറ്റീഷനകത്തുള്ളത്. അതുകൊണ്ട് കട്ട് ഓഫ് കുറയാനുള്ള സാധ്യതയുണ്ട്. ആദ്യമായിട്ടാണ് സെലക്ഷൻ പ്രോസസ്സിൽ PET വന്നിരിക്കുന്നത്. അതും 1.6 കിലോമീറ്റർ റണ്ണിങ് 6 minutes 30 seconds ഓടിയെത്തണമായിരുന്നു. ഈ ഒരു ടൈമിൽ ഓടിയെത്തിയവർ മാത്രമാണ് നെക്സ്റ്റ് ഫേസിലേക്ക് തയ്യാറെടുക്കുന്നത്. അതുകൊണ്ട് കോമ്പറ്റീഷൻ കുറയാനുള്ള നല്ല സാധ്യതയുണ്ട്. പഠിക്കുന്ന ഒത്തിരി കുട്ടികൾ അവോയ്ഡ് ആയിട്ടുണ്ട്. മോഡറേറ്റ് ലെവലുള്ള കുട്ടികൾ മാത്രമാണ് ഇപ്പോൾ മെയിൻറ്റെയിൻ ചെയ്ത് നിൽക്കുന്നത്. ചാൻസ് കൊണ്ട് കളയരുത് എന്ന് ഞാൻ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ റീസൺ ഇതാണ്. നെക്സ്റ്റ് പോയിന്റ് ആണ്, മുൻ വർഷങ്ങളിൽ CBT എക്സാം ടൈം 120 minutes ആയിരുന്നു, 2 മണിക്കൂറായിരുന്നു. ഈ ഒരു എക്സാമിൻ്റെ അപ്ഡേറ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ മുൻ വർഷങ്ങളിൽ കുട്ടികളെ ടോട്ടൽ 100 ക്വസ്റ്റ്യൻ വരുമായിരുന്നു, 100 മാർക്സ് ആയിരുന്നു, 2 hour ലഭിക്കുമായിരുന്നു. അതായത് 1 hour 20 minutes ലഭിക്കുമായിരുന്നു. പക്ഷേ ഈ വർഷമോ, ഇനി അങ്ങോട്ടുള്ള എക്സാമിന്, അതായത് ഇനി വരുന്ന എക്സാമിൽ എങ്ങനെയാണ് അവർ അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നത്? 100 ക്വസ്റ്റ്യൻ വരും, 100 മാർക്സ് ആണ്, ടൈമോ 1 hour 40 minutes ആണ് ലഭിക്കുന്നത്. ഓൺലി 100 minutes മാത്രമാണ് ഇവിടെ ലഭിക്കുന്നത്. ഇവിടെ കമ്പയർ ചെയ്യുമ്പോൾ ഇതുമായിട്ട് 20 minutes കുറഞ്ഞിരിക്കുകയാണ്. ഈ ഒരു റീസൺ കൊണ്ടും കട്ട് ഓഫ് കുറയാനുള്ള സാധ്യതയുണ്ട്. സോ യുവർ ഫൈനൽ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇഫ് ബാക്ക് സ്പേസ് നോട്ട് അലൗ, ബാക്ക് സ്പേസ് അവിടെ യൂസ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി കട്ട് ഓഫ് കുറയും. സെക്കൻഡ് ഓർ തേർഡ് ലിസ്റ്റ് വരെ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങളും എന്താണ് ചെയ്യേണ്ടതെന്ന്, ടൈപ്പിംഗ് സ്കിൽ നല്ലപോലെ ഇമ്പ്രൂവ് ചെയ്യുക. അതോടൊപ്പം തന്നെ എക്സാമിന് വേണ്ടി നല്ലപോലെ നിങ്ങൾ പ്രിപ്പറേഷൻ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോവുക. നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ആന ഡിഫൻസ് അക്കാഡമിയിൽ BSF HCM ആൻഡ് ASയുടെ ഓൺലൈൻ ക്ലാസ്സുകൾ ആരംഭിച്ചിരിക്കുകയാണ്. ഫുൾ ക്ലാസ് ആയിരിക്കും നിങ്ങൾക്ക് ഇവിടെ നിന്ന് ലഭിക്കാൻ പോകുന്നത്. ഫുൾ സിലബസ് ലഭിക്കുന്നതായിരിക്കും. ഡെയിലി ലൈവ് ക്ലാസ്സസ് ഉണ്ട്, റെക്കോർഡഡ് ക്ലാസ്സുകൾ ലഭിക്കും, മോക്ക് ടെസ്റ്റ് ലഭിക്കും, മെഡിക്കൽ അവയർനെസ് ലഭിക്കും. ടോട്ടൽ കോഴ്സസ് എന്ന് പറയുന്നത് 4000 രൂപയാണ്.
നിങ്ങൾക്കിപ്പോൾ ക്ലാസ് കാണാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒട്ടും പേടിക്കേണ്ട, റെക്കോർഡഡ് ക്ലാസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയങ്ങളിൽ ആ ക്ലാസ് കയറി കണ്ടാൽ മതി. ഡെയിലി DPP ലഭിക്കുന്നതായിരിക്കും, ക്ലാസ്സിൻ്റെ നോട്ട്സ് ലഭിക്കുന്നതായിരിക്കും, റിവിഷൻ എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഫുൾ സിലബസ് കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും. BSF HCM ആൻഡ് ASAയുടെ നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ സിലബസും കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും. മോക്ക് ടെസ്റ്റ് നിങ്ങൾക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ കുട്ടികളെ, നിങ്ങൾ നിങ്ങളുടെ ഈ ഒരു ചാൻസ് മിസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല എങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് അന ഡിഫൻസ് അക്കാഡമിയിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പരമാവധി ഷെയർ ചെയ്യുക. ഇതുപോലുള്ള വീഡിയോസ് ലഭിക്കാൻ വേണ്ടി മസ്റ്റായിട്ട് നിങ്ങൾ നമ്മുടെ ഈ ഒരു ചാനൽ ഫോളോ ചെയ്യുക. അപ്പോൾ നമുക്ക് വേറെ വീഡിയോ ഉടനെ കാണാം. താങ്ക് യു സോ മച്ച്. ജയ് ഹിന്ദ്.